യാക്കോബ് എഴുതിയ ലേഖനം 5:16. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. പ്രാർത്ഥനയ്ക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? പ്രാർത്ഥിക്കുന്നവരുടെ മനസ്സിൽ വല്ലപ്പോഴും കടന്നു വരുന്നതും പ്രാർത്ഥിക്കുന്നതിൽ വിശ്വാസമില്ലാത്തവർ എപ്പോഴും ചോദിക്കുന്നതുമായ ഒരു ചോദ്യമാണിത്. ബൈബിൾ പ്രാർത്ഥനയുടെ പ്രാധാന്യം, ശക്തി തുടങ്ങിയവ ഉപദേശമായും കൽപ്പനയായും അനുഭവങ്ങൾ വിവരിച്ചും വ്യക്തമാക്കുന്നു. പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നായി തന്നെ പ്രാർത്ഥനയെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കണമെന്ന് അറിയുന്നവർ, പ്രാർത്ഥിച്ച് മറുപടി ലഭിച്ചിട്ടുള്ളവർ ഉൾപ്പെടെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയാതിരിക്കുന്നു. പ്രാർത്ഥന ശരിക്കും ഒരു യുദ്ധം കൂടെയാണെന്ന് അത് കാണിക്കുന്നു. യാക്കോബ് അപ്പോസ്തലൻ പല അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു എന്ന് രേഖപ്പെടുത്തുന്നത്. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ആലോചന കൂടെയാകയാൽ ഇത് ദൈവിക വാഗ്ദത്തം കൂടെയാണ്. 2 പദങ്ങൾ ശ്രദ്ധിക്കുക. 1 നീതിമാൻ, 2 ശ്രദ്ധയോടുകൂടിയ. നീതിമാനായാൽ മാത്രം പോരാ, പ്രാർത്ഥിക്കുക കൂടെ വേണം. വെറുതെ ഉദാസീനമായി പ്രാർത്ഥിച്ചാൽ പോരാ, ശ്രദ്ധയോടുകൂടെ പ്രാർത്ഥിക്കണം. തീക്ഷ്ണമായ പ്രാർത്ഥന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ മറ്റെല്ലാം മറന്ന് സമയം ചെലവിടാൻ കാരണമാകും. ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ നാം ആയിരിക്കുന്ന ബലഹീന മാനസികാവസ്ഥയെ അതിജീവിക്കാൻ ദൈവം ശക്തി പകരും. വിശ്വാസത്തിൻ്റെ നിറവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം പകരും. വളരെ ഫലിക്കുന്നു എന്നത് ധാരാളം ഫലമുണ്ടാക്കുന്നു എന്ന് പുനർവായന നടത്തുന്നതിൽ തെറ്റില്ല. പ്രാർത്ഥനയുടെ ഫലം നാം പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ശ്രദ്ധയിൽപ്പെടാത്ത പല കാര്യങ്ങളിലും കാണാനായി കഴിയും. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനെ ഉദാഹരണമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവകരത്തെ ചലിപ്പിക്കുന്ന പ്രാർത്ഥനകൾ സംഭവിക്കുന്നത് നാം തികഞ്ഞവരായതിനാലല്ല, ഏലിയാവിനെ പോലെ ബലഹീനരായിരിക്കുമ്പോഴും ദൈവത്തെ വിശ്വസിക്കുന്നതിനാലാണ്, അനുസരിക്കുന്നതിനാലാണ് സംഭവിക്കുന്നത്. ശ്രദ്ധയോടെ പ്രാർത്ഥിച്ച് വളരെ ഫലിക്കുമെന്ന വാഗ്ദത്തത്തെ അവകാശമാക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.